രണ്ടാമത്തെ യൂണിറ്റായ പരിശ്രമിലെ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി, കേദാർനാഥ് അഗ്രവാളിന്റെ കവിത ഹെ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി, കവിത ഹെ കേദാർനാഥ് അഗ്രവാൾ. കേദാർനാഥ് അഗ്രവാൾ എഴുതിയ ഒരു കവിതയാണ് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. ധർത്തി ഭൂമി, കിസാൻ കർഷകൻ. ഈ ഭൂമി ആ കർഷകന്റേതാണ്. കവിത നോക്ക്. यह धरती है उस किसान की जो बैलों के कंधों पर बरसात धाम में जुआ भागी का रख देता है. खून चाटती हुई वायु में पैनी कुसी खेत के भीतर दूर कलेजे तक ले जाकर जोत डालता है मिट्टी को. पास डालकर और बीज फिर बो देता है नए वर्ष के नई फसल के. ढेर अन्न का लग जाता है. यह धरती है उस किसान की, नहीं राव की, नहीं रंग की, नहीं किसी की, नहीं किसी की. धरती है केवल किसान की. यह धरती है उस किसान की जो मिट्टी का पूर्ण पारखी, जो मिट्टी के संग साथ ही तप कर गल कर मर कर खपा रहा है जीवन अपना. देख रहा है मिट्टी में सोने का सपना. मिट्टी की महिमा गाता है मिट्टी के ही अंतस्थल में. अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, खुद जीता है. ये धरती है उस किसान की. ये धरती है उस किसान की. ഈ ഭൂമി ആ കർഷകന്റേതാണെന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു കർഷകന്റെ ജീവിതത്തിനെ പറ്റിയാണ് ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. കൃഷക ജീവൻ കി മഹിമ കെ ബാരെ മേ വർണ്ണന ഹെ. കർഷകന്റെ കൃഷിയും കർഷകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. നോക്ക്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി ജോ ബൈലോं के कंधों पर. ഈ ഭൂമി ആ കർഷകന്റേതാണ്. जो बैलों के कंधों पर, बैल കാള, कंधों पर തോളത്ത്, കാളയുടെ കഴുത്തിന്റെ മുകൾ ഭാഗത്ത്. ഈ പാഠത്തില് മീനിങ് കൊടുത്തിട്ടുണ്ട്. ഈ പാഠത്തിന്റെ മീനിങ് പേജ് നമ്പർ 31 പേജ് നമ്പർ 31 മീനിങ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാളയുടെ കഴുത്തിന്റെ മുകളില് ബർസാത്ത് ധാമേ, ബർസാത്ത് മഴയത്തും, ധാം ധൂപ്, ധൂമാനെ വെയിൽ, മഴയത്തും വെയിലത്തും. അതായത് കാളേന്റെ പുറത്ത് നുകം, കലപ്പ. പണ്ടത്തെ കാലത്ത് കലപ്പയെല്ലാം ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്തിരുന്നത്. ഇപ്പോൾ അതെല്ലാം ട്രാക്ടർ എന്ന് പറഞ്ഞ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ കാണുന്നത്. ഇപ്പം കൃഷി ചെയ്യാൻ കാളയും കലപ്പയൊന്നും കാണാനേ ഇല്ല. അപ്പം ബർസാത്ത് ധാം, പണ്ടത്തെ കാലത്ത് കാളയുടെ പുറത്ത് നുകം വെച്ച് കലപ്പ കൊണ്ടാണ് നിലം ഉഴുത് ഒരുക്കിയാണ് കൃഷി ചെയ്തിരുന്നത്. ബർസാത്ത് ധാമേ, ബർസാത്ത് മഴയത്തായാലും വെയിലത്തായാലും. ജുവാ ഭാഗിക്ക രഖ് ദേത്താ ഹെ, ജുവ നുകം, കാളയുടെ പുറത്ത് ആക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് നുകം. ഭാഗിക്ക രഖ് ദേത്താ ഹെ, ഭാഗ്യത്തിന്റെ നുകം വെക്കുന്നു. മാനെ അവര് നല്ല കൃഷിക്കുള്ള പ്രാർത്ഥനയോടെ, നന്നായി വിളവ് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോടെ കൃഷിക്കായി തയ്യാറെടുക്കുന്നു. ഖൂൻ ചാർത്തി ഹുയി വായുമേ, ഖൂൻ, ഖൂൻ രക്തം, ചാർത്തി ഹുയി വായുമേ കഠിനമായ, രക്തം വെള്ളമാക്കുന്ന കഠിനമായ, ഹുയി വായുമേ കഠിനമായ ചൂടത്തും, പൈനി കുസി ഖേത്ത് കെ ഭീത്തർ, പൈനി മൂർച്ചയുള്ള, കുസി, കുസി കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം, കലപ്പ ഉപയോഗിച്ചിട്ടാണ് നിലം ഉഴുക. പൈനി കുസി ഖേത്ത് കെ ഭീത്തർ, കൃഷിസ്ഥലത്ത്, ഭീത്തർ ഉള്ളില്, കൃഷിസ്ഥലത്ത് ആഴത്തില്, ദൂർ കളേജെ തക്ക് ലേ ജാക്കർ, കളേജെ തക്ക് ആഴത്തില്, കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം ആഴത്തില്, ജോത്ത് ഡാൽത്താ ഹേ മിട്ടിക്കോ ഉഴുതുമറിക്കുന്നു, മിട്ടി ഭൂമി, മണ്ണിനെ ഉഴുതുമറിക്കുന്നു. കലപ്പയും നുകവും ഉപയോഗിച്ച് കാളേനെ കൂട്ടി നിലം ഒരുക്കുന്നു, കൃഷിക്കായി നിലം ഒരുക്കുന്നു. ആഴത്തിൽ ഭൂമിയിൽ നിലം നുകം ആഴ്ചക്കൊണ്ട് ഭൂമിയെ ഉഴുതുമറിച്ച്, പാസ് ഡാൽക്കർ, പാസ് വളം ഇട്ടുകൊടുത്ത്, और बीज फिर बो देता है, बीज बोना വിത്ത് വിതയ്ക്കുക, ബീജ് ഫിർ ബോ ദേത്ത ഹെ, ബോന വിതയ്ക്കുക, വിത്ത് വിതയ്ക്കുന്നു. നയേ വർഷമേ നയേ ഫസൽ കെ, പുതിയ വർഷത്തിൽ പുതിയ ഫസൽ, ഫസൽ വിളവിനായുള്ള പ്രാർത്ഥനയോടെ, പുതിയ വർഷത്തെ നന്നായി വിളവ് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടെ അവർ കൃഷിക്കായി നിലം ഒരുക്കുന്നു. ढेर अन्न का लग जाता है, ढेर अन्न
അന്നം കൂമ്പാരം, ധാന്യത്തിന്റെ കൂമ്പാരം. ഠേർ എന്ന് പറഞ്ഞാല് കൂമ്പാരം, അന്ന് ധാന്യം, ധാന്യത്തിന്റെ കൂമ്പാരം സ്വപ്നം കണ്ടുകൊണ്ട് നന്നായി കൃഷി വിളവ് കിട്ടണേ, ഈ കൃഷി നന്നായിട്ട് പോകണേ, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വിത്ത് വിതയ്ക്കുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകന്റേതാണ്, ആ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റേതാണ് ഈ ഭൂമി എന്നാണ് കവി പിന്നെയും പറയുന്നത്. നെഹി രാവ് കി നെഹി രംഗ് കി, നെഹി രാവ്, രാവ് മാനെ രാജ, ഇത് രാജാവിൻ്റെതല്ല. നെഹി രംഗ് കി, രംഗ് ഗരീബ്, പാവപ്പെട്ട, രാജാവിന്റെ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരുടേതല്ല. നെഹീം കിസിക്ക്, ആരുടേതുമല്ല. നെഹീം കിസിക്ക്, വേറെ ആരുടേതുമല്ല. ധർത്തി ഹേ കേവൽ കിസാൻ കി, ഏ ധർത്തി കിസാൻ കി ഹേ, കർഷകന്റേതാണ് ഭൂമി, പണിയെടുക്കുന്ന കർഷകനുള്ളതാണ് ഈ ഭൂമി എന്നാണ് അഗ്രവാൾ, കേദാർനാഥ് അഗ്രവാൾ ആവർത്തിച്ചു പറയുന്നത്. ഏ ധർത്തി ഹേ ഉസ് കിസാൻ കി ജോ മിട്ടി കാ പൂർണ്ണ പാരഖി, ഈ ഭൂമി ആ കർഷകന്റേതാണ്. ജോ മിട്ടി കാ പൂർണ്ണ പാരഖി, പാരഖി മാനെ പരീക്ഷക്, മണ്ണിൽ ഇങ്ങനെ പരീക്ഷണം ചെയ്യുന്ന ആ കർഷകന്റേതാണ് ഈ ഭൂമി. ജോ മിട്ടി കെ സംഗ് സാത്ത് ഹി, അദ്ദേഹം മിട്ടിയുടെ സംഗ് സാത്ത്, സംഗ് സാത്ത് ഒന്നിച്ച് മണ്ണിന്റെ ഒപ്പം തന്നെ, അതിന്റെ കൃഷിഭൂമിയുടെ ഒപ്പം തന്നെ. തപുക്കർ, തപിന ജൽന ചൂടാവുക, വെയിലുകൊണ്ട് ചൂടായി. ഗൽക്കർ ഉരുകി ഒലിക്കുക, വിയർത്തൊലിക്കുക. മർക്കർ മരിക്കുക, മണ്ണിൽ തന്നെ പണിയെടുത്ത് മരിക്കുക എന്നെല്ലാം പറയുക, അത് ചത്ത് പണിയെടുക്കുക. ചൂടായാലും മഴയായാലും വെയിലായാലും ഒന്നും ശ്രദ്ധിക്കാതെ ചൂടത്ത് വേർത്ത് തന്റെ കൃഷിസ്ഥലത്തിലെ കൃഷിക്ക് വേണ്ടിയിട്ട് മരിച്ചു ചത്ത് പണിയെടുക്കുക എന്നുള്ളൊരു പ്രയോഗം തന്നെയുണ്ട്. പണിയെടുത്ത്. ഖപാരഹാഹേ ജീവൻ അപ്പന, ഖപാരഹാഹേ, ഖപാന മാനെ ജീവൻ ബിതാന, ആ മണ്ണിൽ തന്നെ കൃഷിസ്ഥലത്ത് തന്നെ തന്റെ ജീവിതം മൊത്തമായിട്ടും അവിടെ തന്നെ ചിലവഴിക്കുന്നു. ദേക്ക് രഹാഹേ മിട്ടീമേ സോനേക്കാ സപ്പിന, ദേക്ക് രഹാഹേ മിട്ടീമേ, എന്താ മിട്ടിയില് മണ്ണില്, സോന സ്വർണം വിളയുന്നു, സപ്പിന സ്വപ്നം കാണുന്നു, തന്റെ മണ്ണില് സ്വർണം വിളയുന്നു സ്വപ്നം കാണുന്നു. മാനെ സമൃദ്ധിക്ക സപ്പിന ദേക്ക് രഹാഹേ, സമൃദ്ധി, എനിക്ക് നല്ലോണം വിളവ് ലഭിക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ട് അയാള് ജീവൻ മൊത്തം ആ ചൂടത്തും വെയിലത്തും മണ്ണിൽ തന്നെ തന്റെ കൃഷിസ്ഥലത്ത് തന്നെ തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു, കൃഷിക്കായി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു. മിട്ടിക്ക് മഹിമ ഗാത്താഹേ, മിട്ടിയുടെ മണ്ണിന്റെ മഹിമ പാടിക്കൊണ്ട്. മിട്ടി കെ ഹി അന്തസ്ഥൽമേ, ഭൂമിയുടെ അന്തസ്ഥൽ, അന്തസ്ഥൽമാനെ ഭീതർ, ഭൂമിയുടെ മണ്ണിന്റെ ഉള്ളിൽ, അന്തസ്ഥൽമാനെ ഉള്ളിൽ, ഭീതർ ഭൂമിയുടെ കൃഷിസ്ഥലത്തിന്റെ ഉള്ളിൽ. അപ്പനെ തൻകി ഖാദ് മിലാക്കർ, അപ്പനെ തൻ ശരീർ കി ഖാദ്, ഖാദ് മാനെ വളം, ശരീരത്തിലെ വളം ഉപയോഗിച്ച്, അതായത് വിയർപ്പ്, തന്റെ വിയർപ്പും എല്ലാം ആ കൃഷിസ്ഥലത്ത് തന്നെ ഉപയോഗിക്കുന്നു. കൃഷിസ്ഥലത്തേക്കായി തന്റെ വിയർപ്പും രക്തം വിയർപ്പാക്കി പണിയെടുത്തുകൊണ്ട്. അപ്പനെ തൻകി ഖാദ് മിലാനെ മാനെ കഠിൻ പരിശ്രम करना, കഠിൻ പരിശ്രम से मिट्टी को जीवित रखता है, मिट्टी को വയലില് കൃഷി ഇറക്കുന്നു. നല്ല നാളേക്ക് വേണ്ടി, നല്ലൊരു സമൃദ്ധിക്കായിട്ട് അദ്ദേഹം തന്റെ കൃഷിക്കാരൻ മണ്ണിൽ നന്നായി പണിയെടുക്കുന്നു. മിട്ടിക്കോ ജീവിത രക്താഹേ, മണ്ണിന് പുതുജീവൻ നൽകുന്നു. ഖുദ് ജീതാഹേ, ഖുദ് സ്വയം അവിടെ തന്നെ തന്റെ ഭൂമിയിൽ തന്നെ ജീവിക്കും, സ്വയം അതിനായി ഒഴിഞ്ഞു വെക്കുന്നു, ജീവിതം അതിനായിട്ട് ഒഴിഞ്ഞു. ഖുദ് ജീതാഹേ, ജീന ജീവിക്കുക, ഭൂമി കൃഷിസ്ഥലത്ത് തന്നെ തന്റെ 24 മണിക്കൂറും ചെലവഴിക്കുന്നു, അവിടെ കൃഷിക്കായി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകന്റേതാണ്. ഇങ്ങനെ ചത്ത് പണിയെടുത്ത് നല്ല നാളേക്കായി സ്വപ്നം കാണുന്ന, നല്ല സമൃദ്ധിക്കായി സ്വപ്നം കാണുന്ന ആ കർഷകന്റേതാണ് ഈ ഭൂമി എന്നാണ് കേദാർനാഥ് അഗ്രവാൾ പറഞ്ഞു വെക്കുന്നത്. हम कृषक जीवन की महत्ता के बारे में वर्णना है और परिश्रम के बारे में. परिश्रम करे तो हमें फल जरूर मिलेगा. നമ്മൾ പരിശ്രമിച്ചാൽ അതിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും എന്നാണ് ഇവിടെ ഈ കവിതയിലൂടെ. പരിശ്രം കർണാഹെ, നിങ്ങൾ പരിശ്രമിക്കുക എന്നാണ് കുട്ടികളോട് ഈ കവിതയിലൂടെ അദ്ദേഹം പറയുന്നത്. പരിശ്രമിച്ചാൽ വിജയം തീർച്ചയായും നമ്മൾ കിട്ടും എന്നുള്ളതാണ് ഈ കവിതയിലെ ആശയം.